ഇന്ന് ലോകത്തിലെ മനുഷ്യൻ സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ ഒരു ദിവസം മരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. മരിച്ച് ഒരു ദിവസം മരിച്ചു പോകുന്ന ജീവിതയാത്രയാണ് ഇന്ന് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുക. തൃപ്തിയില്ലായ്മയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്നത്. ലഭിച്ചതിലൊന്നും സന്തോഷം കണ്ടെത്തുവാൻ കഴിയാത്തതുകൊണ്ടും ലഭിച്ച നന്മയിലൊക്കെയും ആനന്ദം കണ്ടെത്തുവാൻ കഴിയാത്തതുകൊണ്ടും അവൻ എന്നും അതൃപ്തനാണ്, ദുഃഖിതനാണ്. മറ്റൊരുത്തന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനും അവന്റെ ഉയർച്ചയിൽ ആനന്ദിക്കുവാനും കഴിയാതെ വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്നും ദുഃഖമാണ് സന്തോഷം നഷ്ടപ്പെടുവാൻ കാരണമായി തീരും. ഒരുവൻ മറ്റൊരുവനുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് പലപ്പോഴും ദുഃഖമുണ്ടാകുന്നത്. ചിലർ താരതമ്യം ചെയ്യുന്നത് തന്നെക്കാൾ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന മനുഷ്യനോടാണ്. എന്നാൽ ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്, മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരുത്തനുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളോട് താരതമ്യം ചെയ്യുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. 2 നില വീടില്ലെന്ന് ചിന്തിക്കുമ്പോൾ ഒരു നിലയുമില്ലാതെ ജീവിക്കുന്ന അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒന്നിലധികം വാഹനങ്ങളില്ല എന്ന പരിഭവം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നാം ഓർക്കണം, ഒരു വാഹനം പോലുമില്ലാതെ ജീവിതയാത്ര നയിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ദീനരോധനം. ജീവിതത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഷൂ വാങ്ങുവാൻ കഴിയില്ല എന്ന് നാം ഭാരപ്പെടുമ്പോൾ നാം ചിന്തിക്കുക, ആ ഷൂ ഇടുവാൻ കാലില്ലാത്ത ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന വസ്തുത. ചെറിയ രോഗങ്ങൾ ബാധിച്ച് മാനസിക പിരിമുറുക്കങ്ങൾ സംഭവിച്ച് ജീവിതം ദുഃഖകരമായി മുന്നോട്ട് നയിക്കുമ്പോൾ ഓർക്കുക, മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തിൽ ഇന്നിൻ്റെ അനുഭവങ്ങളാണ്. പ്രായാധിക്യം കൊണ്ടും പ്രായം കൂടിയവരും ഈ ലോകത്തിൽ മൺമറഞ്ഞു പോകുമ്പോൾ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുക, നമ്മെക്കാളും ഒത്തിരി പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് നിന്ന് പലതരത്തിൽ മാറ്റപ്പെടുകയാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നാം നമ്മെക്കാളും ഉയർന്ന നിലയിലുള്ള വ്യക്തികളെ കുറിച്ച് താരതമ്യം ചെയ്യാതെ തന്നെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സന്തോഷത്തിന് അതിരുണ്ടാകുകയില്ല. സന്തോഷത്തോടെ ജീവിച്ച് മുന്നേറുവാൻ സാധിക്കും. ഒരല്പകാല ജീവിതമാണ് മനുഷ്യനുള്ളത്. എന്തിന് ദുഃഖിച്ച് ജീവിതം നശിപ്പിക്കണം? സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ ഒരു ദിവസം മരിച്ചുകൂടെ? മരിച്ച് എന്തിന് മരിക്കണം? വേദപുസ്തകത്തിൽ ആദിയോടന്തം പഠിച്ചാൽ നമ്മെ പഠിപ്പിക്കുന്ന നിരവധി വസ്തുതകളുണ്ട്. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും അവർ അതൃപ്തിയുള്ളവരായിരുന്നു, പിറുപിറുക്കുന്നവരായിരുന്നു. അവർ പരിഭവം പറയുന്നവരും പരാതിപ്പെടുന്നവരുമായിരുന്നു എന്ന വസ്തുത. ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട്, മന്ന കൊടുത്തിട്ട്, കാടപ്പക്ഷി കൊടുത്തിട്ട്, വെള്ളം കൊടുത്തിട്ട്, അവരുടെ ജീവിതത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സന്തോഷം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു സമൂഹത്തെയാണ് മോശ ഇതാ നയിക്കപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകത്തില് നമ്മെ പഠിപ്പിക്കുന്ന, ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയുണ്ട്. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിന്ത. നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും നീ വിചാരപ്പെടരുത്. നീ വിചാരപ്പെടുന്നതിനാൽ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിനക്ക് സാധിക്കുകയില്ല. നിനക്ക് ലഭിച്ചിരിക്കുന്ന നന്മയിൽ സന്തോഷിക്കുവാൻ, ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ആനന്ദം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന് അതിരുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ജീവിതം ഒന്നേ ഉള്ളൂ.
അത് സന്തോഷത്തോടെ ജീവിച്ച് ഒരു ദിവസം മരിക്കുവാൻ തയ്യാറാകണം. എന്തിന് മരിച്ച് മരിക്കണം?